നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളമൊരുക്കി സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് കൊടിയേറി. നടുവിലാലിൽ നടന്ന ചടങ്ങിൽ മേയർ എം കെ വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. നഗരത്തിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കാത്തതിലായിരുന്നു പ്രതിഷേധം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. എറണാകുളം ഷൊർണൂർ മേഖലയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗിന് ഒപ്പം കവച് എന്ന സുരക്ഷാ സംവിധാനവും ഒരുക്കാൻ റെയിൽവേ. ഇതോടെ ഓട്ടോമാറ്റിക് സിഗ്നലിന് പുറമെ കവചം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന മേഖലയായി മാറുകയാണ്. കാടുകുറ്റി കാതിക്കുടം ചാത്തൻചാൽ കാർഷിക പദ്ധതിയുടെ രണ്ടാം ഘട്ട നവീകരണത്തിന് തുടക്കമായി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആയുഷ് വിഭാഗം നടപ്പിലാക്കുന്ന വയോജന മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ വിഭാഗത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മരത്താക്കര കുഞ്ഞിനംപാറയിൽ ഫാൻസി കടയ്ക്ക് തീപിടിച്ചു. ആവണി കളക്ഷൻ എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഒരുമ കുടുംബശ്രീയിലെ നിറവ് JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി റോഡ് പരിസരത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി. വാർഡ് മെമ്പർ ആൻഡ്രോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം ഓഫീസർ PB ബിജുവും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും സ്മോൾ ഇൻഡസ്ട്രീസ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായി ചെറുകിട സംരംഭകർക്കായി നടത്തുന്ന ഓണം വിപണനമേള തൃശൂരിൽ. തൃശൂർ ടൗൺ ഹാളിൽ ആരംഭിച്ച വിപണനമേള P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജ് കൊട്ടേക്കാട് മേഖലയിലെ ബസ് തൊഴിലാളികളുടെ ഓണം ബോണസ് വിതരണവും നറുക്കെടുപ്പും നടത്തി. ബോണസ് വിതരണം മെഡിക്കൽ കോളേജ് യൂണിറ്റ് സെക്രട്ടറി A വിനോദും നറുക്കെടുപ്പ് യൂണിയൻ ജനറൽ സെക്രട്ടറി KP സണ്ണിയും നിർവഹിച്ചു. ചന്ദ്രാപിന്നിയിൽ വനിതാ കൂട്ടായ്മ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലൂർദ് സെന്റ് മേരീസ് UP സ്കൂൾ ഓണത്തോടനുബന്ധിച്ച് എന്റെ നാനോ പൂക്കളം മത്സരം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക KR ഷീജ, അധ്യാപകരായ TK സജിത, TG സ്റ്റെജി എന്നിവർ നേതൃത്വം നൽകി. വിശിഷ്ട സേവനത്തിന് 2024 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ K സുഗുണനെ എരുമപ്പെട്ടി പ്രസ് ക്ലബ് ആദരിച്ചു. MLA AC മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുൻപിൽ ഭക്തരുടെ പൂക്കളം തീർത്തു തുടങ്ങി. ഗുരുവായൂരിലെ പൂക്കച്ചവടക്കാരാണ് ഓണക്കാലത്ത് ക്ഷേത്രത്തിന് മുൻപിൽ 20 അടി വലുപ്പത്തിലുള്ള പൂക്കളങ്ങൾ വഴിപാടായി ഒരുക്കുന്നത്. വീടുകൾ തോറും പൂക്കളങ്ങൾ തീർക്കാൻ പുഷ്പകൃഷിയിലൂടെ വിജയഗാഥ രചിക്കുകയാണ് കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളും നിറപ്പൊലിമ വനിതാ കൂട്ടുസഹായ സംഘവും. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പുഷ്പകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സന്ധ്യ സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ ക്രിയേഷൻസ് എന്ന മാനവിക സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്രമൊരുക്കുന്നു. വാസവദത്ത എന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ശ്യാംനാഥാണ്. അഴീക്കോട് മുനമ്പം ബോട്ട് സർവീസ് അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ കവിത റോഡിന് സമീപം വിൽപ്പനയ്ക്ക് വെച്ച മൺകലങ്ങൾക്കിടയിൽ പെരുമ്പാമ്പ് പതിയിരിക്കുന്നത് കണ്ട് യാത്രക്കാർ പരിഭ്രാന്തരായി. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്നേക് ക്യാച്ചർ ലിജോ പെരുമ്പാമ്പിനെ പിടികൂടി. വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പെരുമ്പുഴയിൽ 5 ലെവൽ കനാലിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അന്തിക്കാട് പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. കലാശ്രീ KNP നമ്പീശൻ രചിച്ച നാട്യവാദ്യ സാർവഭൗമം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പുരസ്കാര സമർപ്പണവും തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും.
നെല്ലുവായി രഞ്ജിനി രസിക സഭ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അകമലയിലെ ഡോഗ് ഷെൽട്ടർ ഹോമിലെ ഇതര സംസ്ഥാനക്കാരനായ ജീവനക്കാരനെ കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി ആഷിഖ് ഇസ്ലാമിനെയാണ് 650 ഗ്രാം കഞ്ചാവുമായി വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. കോൺഗ്രസ് നേതാവ് MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയുടെ പരിധിയിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അധ്യാപക ദിനത്തിൽ പുതൂർക്കര 55ാം ഡിവിഷനിലെ അങ്കണവാടി ടീച്ചർമാരെ കൌൺസിലർ മേഫി ഡെൽസൺ ആദരിച്ചു. അംഗൻവാടി അധ്യാപികമാരായ ജസീന്ത, ജിഷ, ശുഭ, ഷാൻസി, ബീനാബായ്, ശുഭ, ഭഗീരഥി എന്നിവർ ആദരവേറ്റുവാങ്ങി. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ ഡിസംബർ 2, 3 തീയതികളിലായി സ്റ്റാഗോ ഫെസ്റ്റും ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡ് ചടങ്ങും നടക്കും. കുട്ടികളുടെ ഡിജിറ്റൽ ക്ഷേമത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും ഉപയോഗം എന്ന വിഷയത്തിലാണ് സ്റ്റാഗോ ഫെസ്റ്റും ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡും സംഘടിപ്പിച്ചിരിക്കുന്നത്. പെരുവല്ലൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. പെരുവല്ലൂർ കരിങ്കൽ ക്വാറിക്ക് സമീപം നടന്ന സമരം DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. അടാട്ട് BVP സീനിയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മനോജിന് പൂക്കൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നു. പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്ന വയോജന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് ഉദ്ഘാടനം ചെയ്തു. CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ചിറ്റാട്ടുകരയിൽ തുടക്കമായി. താമരപ്പള്ളി നോർത്ത് ബ്രാഞ്ച് സമ്മേളനം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ ചാലക്കുടി പോട്ട ആശ്രം ജംഗ്ഷനിൽ കാറിൽ കടത്തുകയായിരുന്ന 385 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം സ്വദേശി മുണ്ടക്കൽ വീട്ടിൽ സച്ചു രാമകൃഷ്ണനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാർ സ്നേഹത്തണൽ ട്രസ്റ്റ് അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനത്തോടനുബന്ധിച്ച് നൽകിവരുന്ന 4ാമത് വിശുദ്ധ മദർ തെരേസ ജീവകാരുണ്യ പുരസ്കാരം നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശലഭ ജ്യോതിഷിന് സമ്മാനിച്ചു. ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ പൊക്കാഞ്ചേരി പുരസ്കാരം വിതരണം ചെയ്തു. തകർന്ന റോഡുകൾക്കെതിരെ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി. തകർന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചെതുരുത്തി പനമണ്ണ റോഡിൽ വാഴയും ആമ്പലും നട്ട് പ്രതിഷേധിച്ചു. കീഴ്പുള്ളിക്കര ജനകീയ സമിതിയുടെ ആദ്യഘട്ട ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ജനകീയ പ്രതിരോധ റാലി നടക്കും. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. താന്യം പഞ്ചായത്ത് 5ാം വാർഡിൽ ഒരുമ കുടുംബശ്രീയിലെ നിറവ് JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി റോഡ് പരിസരത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.